എന്നാലും ഇവർ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ബസ്സിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള പാവപ്പെട്ട മുതലാളിമാർ പെട്ടത് തന്നെ. ഈ സ്ത്രീകൾ മുഴുവൻ KSRTC യാത്ര ചെയ്താൽ നമ്മുടെ പ്രധാന വരുമാനം കുറഞ്ഞില്ലേ? സ്ഥിരം യാത്രക്കാരായ സ്ത്രീകൾക്ക് നമ്മൾ നിരക്ക് കുറച്ച് കൊടുക്കാറില്ലേ? ആ നന്ദിയൊന്നും അവർ കാണിക്കുകയില്ല. ആദായ വിൽപ്പന എന്ന് കേട്ട് കഴിഞ്ഞാൽ നെഞ്ചടിച്ച് വീഴുന്ന ആൾക്കാരാണ്. എൻ്റെ 3 ബസ്സിലെ ചെറുപ്പക്കാരായ കണ്ടക്ടർമാർ രാജിക്കത്ത് തന്നേക്കുക. അതെന്തിനാ? എടോ, സ്ത്രീകൾ കയറാത്ത ബസ്സിൽ ഇനി അവരില്ലാന്ന്, അവരുള്ള റോഡ് പണിക്ക് പൊക്കോളാന്ന്. പിന്നെ ആകെ ഒരു ആശ്വാസമുള്ളത്, സ്ത്രീകൾ കയറാതിരിക്കുമ്പോൾ നമ്മുടെ ബസ്സിൽ സീറ്റ് കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ പുരുഷന്മാർക്ക് ഇഷ്ടം പോലെ കയറാമല്ലോ. എങ്ങനെ? ഇയാൾ പൊട്ടണ. എടോ, സ്ത്രീകൾ കയറാത്ത ബസ്സിൽ ഏതെങ്കിലും പുരുഷന്മാർ കയറുമോ? അപ്പോൾ അതും KSRTCക്ക്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമുക്കേ KSRTC ബസ് സ്റ്റാൻഡിനടുത്തേ ഒരു ഫാൻസി ഷോപ്പ് അങ്ങ് തുടങ്ങാം. കഞ്ഞി കുടിക്കണ്ടേ? അത് കൊള്ളാം. സെറ്റ്.